ഇത് നമ്മുടെ കേരളത്തിന് ഇതിനപ്പുറം ഒരു സൈക്കുണ്ട്, ഒരു മനസ്സുണ്ട് കേരളത്തിന്. കാരണം കേരളം എത്രയോ ഇതുപോലെ എനിക്കൊന്ന് കുറേ കാലമായിട്ട് നമ്മുടെ ശാന്തമായൊരു അന്തരീക്ഷമാണ് കേരളത്തിലുള്ളത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കാലമൊക്കെ വരുമ്പം ഇതൊക്കെ വോട്ടിൻ്റെ ഒരു താല്പര്യം തന്നെയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഫാദറിന് ഈ കാര്യത്തിൽ നിലപാട് എങ്ങനെയാണ്? എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഈ വർഗീയവൽക്കരണത്തിൽ പങ്കാളിത്തമുണ്ട്. അങ്ങയുടെ വ്യക്തിപരമായ അഭിപ്രായം എങ്ങനെയാണ്? അതായത് രാഷ്ട്രീയ കാര്യങ്ങളിൽ മതവും സഭയും ഒക്കെ ഇടപെടണം. ഇപ്പോഴത്തെ സാഹചര്യം നോക്കുമ്പോൾ ഇത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെടുന്നുണ്ട്. ഇവിടെ സെക്യുലറിസത്തിൽ അടിസ്ഥാനപ്പെടുത്തിയ നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഒരു ഭരണ സമ്പ്രദായം ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടികളും നടപ്പാക്കുന്നില്ല. ഒരു ഭരിക്കുന്ന ഒരു ഗവൺമെൻറ് അവരുടെ കീഴിലുള്ള എല്ലാ രാഷ്ട്രീയ കക്ഷിയിൽപ്പെട്ട എല്ലാ ജനതയ്ക്കും അവരുടെ ജനക്ഷേമത്തെ മുൻനിർത്തി സേവനം നൽകുകയാണെങ്കിൽ ഒരു മതത്തിനും ഒരു രാഷ്ട്രീയത്തിൽ ഇടപെടേണ്ട കാര്യമില്ല, ഒരു രാഷ്ട്രീയ കക്ഷിക്കും മതത്തിൽ ഇടപെടേണ്ട കാര്യമില്ല. പക്ഷേ നിഷ്പക്ഷമായിട്ടല്ല ഇവിടെ ഭരണം പോകുന്നത്. ഞങ്ങൾ വരാം. ഇതൊക്കെ കേട്ടല്ലോ, നിങ്ങളൊക്കെ നിങ്ങൾ യങ്സ്റ്റേഴ്സാണ് കേരളത്തിൻ്റെ ശക്തിയെന്ന് ആൾക്കാർ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഈ കേരളത്തിലുണ്ടാകുന്ന ഈ ചുവടുമാറ്റം ഉണ്ടല്ലോ, അത് ലേശം ജാതി പരിഗണനയിലേക്കൊക്കെ പോവുക, പ്രത്യേകിച്ച് രാഷ്ട്രീയവും മതവും തമ്മിൽ രണ്ടായിട്ട് പോകണമെന്ന് ഗാന്ധിജി ഉൾപ്പെടെ എത്രയോ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന എനിക്ക് മതമുണ്ട്, ഇവിടെ ഇരിക്കുന്ന പലർക്കും മതമുണ്ട്, എല്ലാവർക്കും മതമുണ്ട്, മതമില്ലാത്തവരും ഉണ്ട്. മതമുള്ളവനും മതമില്ലാത്തവനും ഒരേപോലെ ജീവിക്കാൻ പറ്റുന്ന ഒരു രാജ്യമായിരുന്നു ഇന്ത്യ മഹാരാജ്യം. ആ ഇന്ത്യ മഹാരാജ്യത്തിലേക്ക് ഒരു പ്രത്യേക ശക്തി, ഒരു വർഗീയ ശക്തി അധികാരത്തിലേക്ക് കടന്നു വന്നപ്പോൾ, സംഘപരിവാറിന്റെ ശക്തി അധികാരത്തിലേക്ക് കടന്നു വന്നപ്പോൾ അവിടെ മതത്തിന്റെ പേരിൽ ആളുകളെ വേർതിരിക്കാൻ തുടങ്ങി. പല വിഷയങ്ങളിലും എല്ലാ മേഖലകളിലേക്കും മതത്തെ കുത്തിയിറക്കാൻ തുടങ്ങി, ആളുകളെ വേർതിരിക്കാൻ തുടങ്ങി. സംഘപരിവാറും RSSും BJP ഇവര് പച്ചയായിട്ട് വർഗീയത പറയുന്ന ആളുകളാണ്. വർഗീയത പറയുന്നവര് പച്ചയ്ക്ക് വർഗീയത പറയുമ്പോൾ ജനങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. വർഗീയതക്കെതിരെ സംസാരിക്കുന്നവർ ഒരു കുത്തും കോമയും വള്ളിയൊക്കെ ഇട്ട് വർഗീയത പറയുമ്പോൾ അത് ജനങ്ങൾക്ക് മനസ്സിലാകണമെന്നില്ല. ഇപ്പോൾ കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ അവിടെ വർഗീയ പ്രചരണം നടത്തുമ്പോൾ അതിൻ്റെ കേരളത്തിലെ ബ്രാൻഡ് അംബാസിഡറായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഈ ഏത് കാലത്താണ് കോൺഗ്രസ് RSSന് ഒരു ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്? കേരളത്തിലെ മുഖ്യമന്ത്രി ഇടതുപക്ഷവുമാണ് RSSനെതിരായി എല്ലാ കാലത്തും ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. ആ ഇടതുപക്ഷം വർഗീയവാദികളായിരുന്നു എന്ന് ഞാൻ പറയുന്നില്ല. കേരളത്തിനകത്ത് ഒരു തെരഞ്ഞെടുപ്പിനുള്ള ഒരു പ്രത്യേക മാത്രം ഇന്ത്യയിലെ ഏറ്റവും വർഗീയത മുഖമൂടിയായിട്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ മതേതര പാർട്ടിയാണ് എന്ന് പറയപ്പെടുന്ന കോൺഗ്രസ് ഇന്ന് കേരളത്തിൽ ചെയ്യുന്ന മുഖമൂടിയായിട്ട് കൊണ്ട് നടക്കുന്നു. ആ കാഴ്ച ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ മതേതര പാർട്ടിയാണ് എന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസ് ഇന്ന് കേരളത്തിൽ എന്താ കാണിക്കുന്നത്? ഞാൻ ഈ പറഞ്ഞ കോൺഗ്രസും അതുപോലെ RSSും തമ്മിലുള്ള അന്തർധാര വളരെ കൃത്യമായിട്ട് എല്ലായിടത്തും മനസ്സിലാക്കണം. അത് തീവ്രവാദ സംഘടനകൾ അല്ലാതെ രാഷ്ട്രീയ ആരായിട്ടാണ് അന്തർധാര എന്നുള്ളത് കൃത്യമായിട്ട് സന്ദീപിന് പറയാൻ പറ്റുമോ? കോൺഗ്രസ് എന്തായാലും രണ്ടുപേരും ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നാണ് പറയുന്നത്, പക്ഷെ ഞങ്ങളുടെ കൂടെ ആരുമില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.